ശ്രമങ്ങൾ തന്നെ നേരത്തെ തന്നെ പലപ്പോഴും സമവായമാകാതെ പിരിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. സമാന സാഹചര്യം തന്നെയാണ് ഇപ്പോഴും ആവർത്തിച്ചിരിക്കുന്നതെന്ന് പറയേണ്ടി വരും. സമസ്തയുടെ വിഭാഗീയത പരിഹരിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ പലതവണ മുഷാവറ നേതൃത്വത്തിൽ നടന്നിരുന്നു, അല്ലെങ്കിൽ സമസ്ത ലീഗിന്റെ നേതാക്കളെയൊക്കെ തമ്മിൽ നേതൃത്വത്തിൽ നടന്നിരുന്നു. പക്ഷേ അതെല്ലാം തന്നെ വിഫലമാവുന്ന കാഴ്ചയാണ് ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത്. ഇന്നലെയാണ് സമസ്തയുടെ മുഷാവറ കൂടി നിർദ്ദേശപ്രകാരം കാര്യങ്ങൾ പറഞ്ഞു തീർക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ വേണ്ടി ഹമീദ് ഫൈസി അമർക്കടും ഉമർ ഫൈസി മുക്കവും അടക്കമുള്ള മുസ്തഫ മാസ്റ്റർ മുണ്ടുമാർ അടക്കമുള്ള സത്തർ ബന്ധുക്കൾ അടക്കമുള്ള സമസ്തയിലെ ലീഗ് വിരോധികൾ എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ ലീഗ് വിരുദ്ധർ എന്നറിയപ്പെടുന്ന ആളുകൾ പാണക്കാട്ടേക്ക് എത്തുന്നത്. നിലവിൽ പാണക്കാട് സ്വാധികാര ശാപങ്ങൾക്കെതിരെ പരസ്പരം പരസ്യ പ്രസ്താവനകൾ നടത്തിയിരുന്ന നേതാക്കളാണ് ഇവരൊക്കെ തന്നെ. ആ നേതാക്കൾ അവിടെ എത്തി ആ കാര്യങ്ങൾ പറഞ്ഞു തീർക്കാനായിരുന്നു തീരുമാനം. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ സംസ്ഥാന അധ്യക്ഷൻ ജിഫി മുത്തുക്കത്തങ്ങളടക്കം അവിടേക്ക് എത്തുകയും ചെയ്തു. പക്ഷേ ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ ധാരണ പാണക്കാട് സ്വാധികാര ശാപങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും പറയുന്നതനുസരിച്ച് അത് ഖേദം പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ പാണക്കാട് സ്വാധികാര തങ്ങളോട് പാണക്കാട് എത്തി തന്നെ ഖേദം പ്രകടിപ്പിക്കാൻ ഈ നേതാക്കളൊക്കെ ചെയ്തത് സമസ്തയുടെ നേതാക്കൾ ഖേദം അറിയിക്കുകയും ചെയ്തു. പക്ഷേ അങ്ങനെ ഒരു ഘട്ടത്തിൽ സ്വാധികാര തങ്ങളടക്കം ഇല്ലെങ്കിൽ അവിടെ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ തീരുമാനം എന്ന് പറയുന്നത് നിങ്ങൾ പരസ്യമായി പറഞ്ഞ പ്രതികരണങ്ങൾക്ക് പരസ്യമായി തന്നെ ഖേദം പ്രകടിപ്പിക്കാതെ പൊതുസമൂഹത്തോട് പോയി പറയുക എന്നുള്ളതായിരുന്നു ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ തീരുമാനം. പക്ഷേ അത്തരമൊരു നിലപാടല്ല ഈ സമസ്തയുടെ നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ള വിമർശനമാണ് ഇപ്പോൾ ലീഗ് നേതൃത്വം ഉന്നയിച്ചിരിക്കുന്നത്. ഇന്നലെ ഹമീദ് ഫൈസി അമ്പലക്കടം ഉമർ ഫൈസി മുക്കം അടക്കമുള്ള ആളുകൾ ഇന്നലെ മലപ്പുറത്ത് വാർത്താ സമ്മേളനം നടത്തിയെങ്കിൽ പോലും ആരും തന്നെ അത്തരത്തിൽ ഒരു ഖേദ പ്രകടനം നടത്തിയിട്ടില്ല. അത് തീരുമാനത്തിന് വിരുദ്ധമാണ്. മാത്രമല്ല ഒരു തെറ്റിദ്ധാരണ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയെന്നുള്ള ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചു. സ്വാധികാര തങ്ങളടക്കം നീതിപൂർവമായ ഒരു നിലപാടല്ല ഈ